ഓൾജോ ഏബിൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ വീട് 3 നിലയിലായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു റെഫറൻസിന് വെച്ചിട്ടുള്ളതാണ് ഇവിടെ 3D. നമസ്കാരം, ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂര് കുറ്റിക്കാടാണ്. ഇപ്പൊ ഈ വീട് ഒരു 4600 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ വരുന്ന ഒരു വീടാണ്. ഇതിന് നമ്മുടെ പോറോത്തും HP ബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സാധാരണ നമ്മള് നല്ല നീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന തേക്കാത്ത സൈറ്റുകളാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മള് തേക്കാതെ കാണുമ്പോഴാണല്ലോ കട്ടയുടെ ഭംഗി അറിയാന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണതാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സൈറ്റുകൾ ചെയ്യുന്നത് ഇതുപോലത്തെ വീടുകളാണ്. അതായത് ഒരു മെജോറിറ്റി വീടുകൾ നമ്മൾ തേച്ചിട്ട് തന്നെയല്ലേ ഫിനിഷ് ചെയ്യുക. തേക്കാതെ ഉള്ള ചുമരുകൾ ഒരു മെജോറിറ്റി ആളുകൾക്ക് ഇഷ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ വീടുകൾക്കാണ് നമ്മൾ കൂടുതൽ. പക്ഷെ നമ്മുടെ ചാനലിൽ വളരെ കുറവാണ്. അപ്പൊ പബ്ലിക്കിന്റെ ഇടയിൽ ഈ കട്ട എന്ന് പറഞ്ഞാൽ തേക്കാതെ ചെയ്യാനുള്ള ഒരു കട്ടയാണ് എന്നുള്ളൊരു ഐഡിയ വന്ന് ചേർന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല കോൾസുകളിൽ നിന്ന് ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളിൽ നിന്നും. അപ്പൊ അതൊരു ക്ലാരിറ്റി വരുത്താണ്. അങ്ങനെ ഇല്ല, നമുക്ക് അങ്ങനെ ചെയ്യുന്ന വീടുകളിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് പുറത്തുമായിരിക്കും വിത്തൗട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതില്. അങ്ങനെയാണ് ആ ഒരു സെക്ഷൻ, അത് വേറൊരു സെക്ഷൻ ആണത്. പക്ഷെ ഇത് നമ്മളുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പ്ലാസ്റ്റർ ചെയ്ത് പുട്ടിയിട്ട് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന ഒരു വീടാണ്. അപ്പൊ നമുക്കിപ്പോ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലൊക്കെ കുറച്ച് ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. പണി നടക്കുന്നതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഈ കട്ട വെച്ചിട്ട്. അപ്പൊ അതിലാവുമ്പോ നമുക്ക് ഇവിടെ കട്ടിങ്ങളൊക്കെ ഉണ്ടാവും. തേക്കാണ്ട് ചെയ്യുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല, ഒക്കെ ഫിനിഷ്ഡ് ആയിട്ടല്ലേ കൈയോടെ പോവാ. ഇതാവുമ്പോ പിന്നെ അങ്ങനെ ആവുമ്പോ കട്ട് ചെയ്യുമ്പോ കട്ടയ്ക്ക് എന്തെങ്കിലും മോശം സംഭവിക്കും. അങ്ങനെ ഇല്ല, ഇത് നമുക്ക് ഈസിയാണ്. കണ്ടോ, നമ്മുടെ ഈ കട്ടയിൽ ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ്സ് പോലെ വരുമല്ലോ. അപ്പൊ അതാ ഇപ്പൊ ഇവിടെ പൈപ്പ് കോരിക്കുന്നത്. അതുപോലെ നമ്മള് ഹാൻഡ് കട്ടർ വെച്ച് കട്ട് ചെയ്ത് പൈപ്പ് ഇട്ട് പോവാണ് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ പൈപ്പ് പോയിട്ട് പിന്നെ അതിന്റെ മുകളിൽ പരിക്കൻ വെച്ച് തുണിച്ച് വെച്ചിട്ടുള്ളതാണ്. സാധാരണ നമ്മൾ ഏത് കട്ടയിൽ ചെയ്യുമ്പോഴും എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ബോക്സ് ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് പില്ലറിലാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോ ഇവിടെ ഹോൾ വരുന്നുണ്ട്. നമുക്ക് പ്ലാൻ എക്സാക്ട് കറക്റ്റ് പറയാൻ മനസ്സിലാവില്ലേ, നമുക്ക് കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഇവിടെ ഒരു റെഫറൻസിന് വെച്ചിട്ടുള്ളതാണ് ഇവിടെ 3D. ഇങ്ങനെയാണ് ഈ വീട് വരാൻ പോകുന്നത്. നമുക്കുള്ളിൽ നോക്കാം. ഇത് മുകളിലേക്കുള്ള ഇവിടെ പണിയാനായിട്ടുള്ള സ്റ്റെയർ ഇട്ട് വെച്ചിരിക്കണം കേട്ടോ. മുകളില് വാർക്ക കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇരിക്കണത്. പിന്നെ ഇവിടെ ആ സൈഡിലായിട്ട് ലിഫ്റ്റിന്റെ ഭാഗമൊക്കെ വരുന്നത്. ഈ സൈഡിലെ ലിഫ്റ്റ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വലിയ ഓപ്പൺ സ്പേസസ് ആണ് ഇവിടെയൊക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രിക്ക് വെച്ച് പണിതേക്കണത് കാണാൻ പറ്റും. കണ്ടില്ലേ, അവിടെ മുകളിൽ പർഗോളാസ് വരുന്നുണ്ട്. നമുക്ക് പൈപ്പൊക്കെ പോവാനായിട്ട് ഈ ബ്രിക്കിന്റെ ഒരു ലെയർ, ഏറ്റവും ഔട്ടർ ലെയർ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോർഷൻ ഫുള്ള് എല്ലാ പൈപ്പുകളും ഇട്ടിട്ട് പിന്നെ അതിന്റെ മുകളിൽ തേച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് ഈസിയാണ്. നമ്മൾ കട്ട ഇങ്ങനെ വലിയത് കുഴിച്ചെടുക്കണ പോലെ എടുക്കണ്ട. നമ്മുടെ ആ ഫസ്റ്റത്തെ ആ ഒരു ലെയർ, ഒരു കമ്പാർട്ട്മെന്റ് പോലെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ബോക്സസ്, ആ ഒരു പോർഷൻ മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കോൺഡ്യൂട്ട്സ് ഒക്കെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഇവിടെ ലിഫ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ വീട് 3 നിലയിലായിട്ടാണ് വരണത്. ഇപ്പൊ ഇതിന്റെ അടിയിൽ ഒരു ബേസ്മെന്റ് കൂടി ഉണ്ട്, പിന്നെ മുകളിലത്തെ നില, അങ്ങനെ 3 നിലയിലായിട്ടാണ് ഈ ഒരു 4600 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ബ്രിക്സിന്റെ ഒരു ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ തേച്ച് പണിത് കഴിഞ്ഞാൽ ഇതിന്റെ ചൂട് കുറവാണല്ലോ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ ബ്രിക്കിന്റെ. അപ്പൊ അതിൽ കുറവ് വരില്ലേന്ന് കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കും. ഇപ്പൊ തേച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ അതിന്റെ ഗുണമുള്ളതെന്ന്. അങ്ങനെ ഒരു പ്രശ്നമില്ലേ. നമുക്കിപ്പോ ഔട്ട് സൈഡിൽ തേപ്പ് വന്നാലും നമ്മളുടെ ഈ ആ ഒരു തെർമൽ ഇൻസുലേഷൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഇതിന് കൂടുതലായതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നകത്തേക്ക് വന്നാലല്ലേ നമുക്ക് ചൂടകത്തേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയ വേറെ ഏത് ബ്രിക്കിനേക്കാളും നമ്മൾ 2 സൈഡ് പ്ലാസ്റ്റർ ചെയ്താലും ഈ ബ്രിക്ക് തന്നെയായിരിക്കും കോസ്റ്റ്, നമുക്ക് ചൂട് കുറഞ്ഞു വരിക. ഇവര് ഈ വീടിന് ഇത് ചൂസ് ചെയ്യണതിന്റെ ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. അത് ആ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് ഈ ബ്രിക്ക് എത്താനുള്ള ഈ ക്ലയന്റിന്റെ ആ ഒരു പോയിന്റും നമ്മുടെ ചൂട് കുറവായിരിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് ഇവിടുത്തെ ഒരു റൂമാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കട്ടകൾ പണിയാനായിട്ട് നമ്മുടെ സിമെന്റ് മണല് പരിക്കലിലല്ല, പോൾജോന്റെ ഇതുപോലത്തെ മെറ്റീരിയൽസ് വരുന്നുണ്ട്. നമുക്ക് റെഡിമിക്സ്, നമുക്ക് ബ്രിക്ക് പണിയാനുള്ള മെറ്റീരിയലും പ്ലാസ്റ്ററിങ്ങിനുള്ള മെറ്റീരിയലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പോൾജോ ഏബിൾ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സ്പെസിഫിക്കലി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിത് പേസ്റ്റ് പോലെയാണ്, വേറെ മിക്സിംഗ് ഒന്നുമില്ല. അത് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടിച്ചൊട്ടിച്ച് പോവാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ഈ ത്രൂ ഔട്ട് ഈ വീട് മുഴുവൻ അതിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ പ്ലാസ്റ്ററിങ്ങും അതെ നമ്മളുടെ ആ പോൾജോന്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ്. ഇപ്പൊ അവിടെ ചാക്കിരിക്കുന്നുണ്ട് കണ്ടോ, പോൾജോ പ്ലാസ്റ്റർ വാല എന്നുള്ള ജിയോ പോളിമർ എക്കോ പ്ലാസ്റ്റർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇവിടെ ത്രൂ ഔട്ട് പ്ലാസ്റ്ററിങ്ങും വരുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, നമുക്ക് കൂടുതൽ കവറേജും കൂടുതൽ ഫിനിഷിങ്ങും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത്.
അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ ഈ കട്ടകൾ മുഴുവൻ പണിതിട്ടുള്ളതും ഈ പോൾ ജോയിന്റ് തന്നെ മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഈ പോർഷനിൽ ഇവരുടെ ഉള്ളിലത്തെയും പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ നമുക്ക് ബ്രിക്കുകൾ മനസ്സിലാവില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഫുള്ള് പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് തന്നെ നമ്മൾ ഈ സൈറ്റ് ഒന്ന് കവർ ചെയ്തത്. ഇനി നമുക്കിത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ വീടിന്റെ ഒരു ഭംഗിയും ഇനി ഇതിൽ താമസിച്ചിട്ടുള്ള ആ ക്ലയന്റിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊരു ഫിനിഷിങ്ങിന് ശേഷം ഉള്ള വീഡിയോയിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോ പോറത്തും കട്ട എന്തിനാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് ഇങ്ങനത്തെ രീതിയിൽ, അതായത് തേച്ചിട്ടുള്ള വീടുകളും ധാരാളം നമ്മളുടെ ബ്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇപ്പൊ വീടുകൾക്ക് പുറമെ ഇപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇപ്പൊ ഒരു കല്യാൺ ഡെവലപ്പേഴ്സിന്റെ അപ്പാർട്ട്മെന്റ്സ്, സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ അപ്പാർട്ട്മെന്റ്സ്, നവേര, പിന്നെ അസെറ്റ്, വിശ്രം, ഇതുപോലെ പ്രീമിയം അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങുകളൊക്കെ നമ്മളുടെ പോറോത്തോമിലാണ് ഇപ്പോ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു തെർമൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പൊ അതൊക്കെയും തേച്ചിട്ടാണ് ചെയ്യണത്. അപ്പൊ തേക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പോറോത്തോം ബ്രിക്ക് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇനി നമ്മളുടെ ചാനലിൽ ഇതുപോലെ തേച്ചിട്ടുള്ള വീടുകൾ കൂടുതൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, പബ്ലിക്കിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ എടുക്കുന്നുണ്ട്, ഇത് തേക്കാണ്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോറോത്തോം. അങ്ങനെയല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് ആണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്. ഞങ്ങളുടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വീണ ബർഗറിന്റെ തൃശ്ശൂർ ആൻഡ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ സ്റ്റോക്കിസ്റ്റ് ആണ്. അപ്പൊ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.